ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ കണ്ണൻകുട്ടൻ ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞേ എല്ലാവർക്കും. പറ പറ ആ ഹാപ്പി ന്യൂ ഇയർ. ഇവിടെ ഒരു കാക്ക ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാക്ക കിടന്നുണ്ട് ക്രന്ന് സൗണ്ട്. കാക്ക എന്ത് സൗണ്ടാണ് ഉണ്ടാക്കുന്നത്? അല്ലേ? അപ്പം ഞാനും നമ്മുടെ കണ്ണൻകുട്ടനും കൂടെ കുറച്ച് പരിപാടി ചെയ്യാൻ പോവാണ്. അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് കുറച്ച് ചെടിച്ചട്ടിയൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. കാണിച്ചു തരാവേ. ഇത് കണ്ട് ഞങ്ങൾക്ക് കുറച്ച് ചെടിച്ചട്ടിയൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ചെടിച്ചട്ടി. 5 വലിയ ചെടിച്ചട്ടി, 3 ചെറുതും. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ട കൂട്ടുകാർക്ക് മനസ്സിലാകും കേട്ടോ. ചെറുപ്പിന് പോയപ്പോൾ മേടിച്ചതായിരുന്നു. അപ്പം കുറച്ചൊക്കെ ഇങ്ങനെ നിലത്ത് തന്നെ വെച്ചിരിക്കുക കേട്ടോ. കാരണം ഞങ്ങൾ വീട് ഷിഫ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ വന്ന് ഒരുപാട് ചെടികളൊക്കെ പോയി. അതുകൊണ്ടാണ് ഈ കൊണ്ടുപോകലും വരവൊക്കെ പാടായതുകൊണ്ട്. അപ്പോൾ അതേ കുറച്ച് ചെടി ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ പറിച്ചുകൊണ്ടൊക്കെ വന്നു കേട്ടോ. ഈ പനിക്കൂർക്കയിലൊക്കെ ഇല്ലേ, അത് ഇവിടെ കണ്ണൻകുട്ടനൊക്കെ ഒരുപാട് വേണ്ടൊരു സാധനമാണ്. ഈ പനിക്കൂർക്കയില, തുളസി, പിന്നെ ഒരു ചുമന്ന നിറത്തിലൊരു ചെടി, ഇങ്ങനെ ഒരു കുഞ്ഞി പൂവൊക്കെ ഉണ്ടാവും കേട്ടോ. അത് പിന്നെ റോസാ കമ്പുകളാണ്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഞാനും കണ്ണൻകുട്ടനും കൂടെ ചെടി നടുകയാണ്. കണ്ണൻകുട്ടൻ അവിടെ 2 കമ്പ് കിട്ടിയായിരുന്നു. അപ്പോൾ കണ്ണൻകുട്ടൻ അതുകൊണ്ടുള്ള പരിപാടിയാണ്. പൊന്നുകുട്ടി കുറച്ച് ദിവസമായിട്ട് വീട്ടിലുണ്ടായിരുന്നല്ലോ. ക്രിസ്മസ് അവധിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പൊന്നുകുട്ടി വീട്ടിലുണ്ടായിരുന്നതുകൊണ്ട് കണ്ണൻകുട്ടൻ ഭയങ്കര സങ്കടമാണ് കേട്ടോ. ഈ ന്യൂ ഇയറിൻ്റെ അന്നത്തെ ജനുവരി 1-ാം തീയതി ന്യൂ ഇയറിൻ്റെ അന്നത്തെ വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ചെടിയൊക്കെ നട്ടു. കുറച്ച് 10 മണി ചെടി എന്ന് പറയുന്നത്, പിന്നെ തുളസി, പനിക്കൂർക്കയില, പിന്നെ ഒരു ചുമന്ന നിറത്തിലൊരു ഇല, പിന്നെ വേറെന്തോ ഒരു നീളം, എനിക്ക് പേരൊന്നും അറിയത്തില്ല കേട്ടോ. ഇല ചെടികളുടെ ഒന്നും പേരറിയത്തില്ല. അത് പിന്നെ റോസയൊക്കെ നട്ടു കൊടുത്തു. പിന്നെ വേറൊരു പൂവുള്ളൊരു ചെടി, അങ്ങനെ കുറച്ച് ചെടികളൊക്കെ നട്ട് പിടിപ്പിച്ച്. എന്തായാലും കുറേയൊക്കെ അവിടെ നിലത്ത് നിൽപ്പുണ്ട്. വാത്സ്യം എന്നൊക്കെ പറയത്തില്ല. എനിക്ക് കൂടുതലും പൂക്കളുള്ള ചെടികളാണ് കേട്ടോ ഇഷ്ടം. ആ പൂ വിരിഞ്ഞ് കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷമല്ലേ. എനിക്ക് പൂക്കളുള്ള ചെടികളാണ് കൂടുതലും ഇഷ്ടം. ഇനിയിപ്പോൾ നമ്മുടെ അർത്തിങ്കപ്പള്ളി പെരുന്നാൾ വരുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് ചെടികളൊക്കെ വാങ്ങിക്കണം. കുറച്ചുകൂടെ ചെടിച്ചട്ടിയൊക്കെ വാങ്ങിച്ച് പെരുന്നാളിന് പോകുമ്പം ഒരുപാട് ചെടികളൊക്കെ വിൽക്കും. ഞാനപ്പോൾ വാങ്ങിക്കണമെന്ന് ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുന്നു. അതിന് ശേഷം ചെടിയൊക്കെ നട്ടതിന് ശേഷം വെള്ളമൊക്കെ ഒഴിക്കുകയാണ്. ആ ഒരു നേരത്ത് നമ്മുടെ കണ്ണൻകുട്ടനെ ഞാൻ പുറത്തൊന്നും വിട്ടു കേട്ടോ. പക്ഷെ പുറത്ത് വിട്ടെന്ന് പറഞ്ഞാൽ മണ്ണൊന്നും വാരി കളിക്കുക അങ്ങനെയൊന്നും ചെയ്യത്തില്ല. ഒരു കമ്പ് കൊടുത്ത് ആ കമ്പും കൊണ്ട് അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ കാണിക്കുന്നതല്ലാതെ ഇങ്ങനെ ചില കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്, കിടന്ന് ഓടുക, മണ്ണ് വാരി കളിക്കുക, മണ്ണ് വലിച്ചെറിയുക, അങ്ങനെയൊന്നും ഉള്ള ഒരു സ്വഭാവമൊന്നുമില്ല. ഒരു കമ്പെങ്ങാനും കൊടുത്ത് അതും കൊണ്ട് അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ കാണിച്ചുകൊണ്ട് നിൽക്കും. അടങ്ങി ഒതുങ്ങി നിന്നോളും. ഞാൻ ആ സമയത്ത് ചെടി നട്ടിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുവാണ്. അപ്പോൾ ഞങ്ങൾക്ക് ന്യൂ ഇയറായിട്ട് അങ്ങനെ വലിയ സെലിബ്രേഷനൊന്നുമില്ല. ആലപ്പുഴയിലായിരുന്നപ്പോൾ ബീച്ചിൽ പോകുമായിരുന്നു. ആലപ്പുഴ ബീച്ചിൽ ഭയങ്കര പരിപാടിയാണ്. അതൊരു വട്ടേ പോയിട്ടുള്ളൂ. കണ്ണൻകുട്ടൻ വന്നതിന് ശേഷം ഞങ്ങളങ്ങനെ പുറത്തൊന്നും പോകത്തില്ല കേട്ടോ. ന്യൂ ഇയറായിട്ട് പുറത്ത് പോക്ക് അങ്ങനെയില്ല. കാരണം കണ്ണൻകുട്ടന് ചെറുതായിട്ടൊന്ന് കാറ്റടിച്ചാൽ തന്നെ പനിയൊക്കെ ഉണ്ടാകുന്നതുകൊണ്ട് ഞങ്ങളങ്ങനെ ഇപ്പോൾ യാത്ര പോക്ക് വളരെ കുറവാണ്. കണ്ണൻകുട്ടൻ്റെ ഹെൽത്താണ് ഞങ്ങൾക്ക് പ്രാധാന്യം. ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. അവൻ്റെ ഹെൽത്ത് വളരെ മുഖ്യമായതുകൊണ്ട് ഞങ്ങളങ്ങനെ പുറത്ത് പോക്ക് വളരെ കുറവാണ്. ഇങ്ങനെ ടൂറ് പോവുക, കറങ്ങാൻ പോവുക അങ്ങനെയൊന്നും ഞങ്ങളില്ല. കാരണം അവനൊന്ന് കാറ്റടിച്ചാൽ മതി, ഒന്ന് ഐസ്ക്രീം കഴിച്ചാൽ മതി, അപ്പോൾ പനി ഉണ്ടാവും. അങ്ങനെ ഒരു രീതിയാണ്. ഇപ്പോഴും ചെറിയ ചൂട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് അല്ലേ, രാത്രിയിൽ തണുപ്പ്, പകൽ നല്ല ചൂട്, ചില ദിവസങ്ങളിൽ മഴ ഉണ്ടാകുന്നു. അങ്ങനെ മാറി മാറി നിൽക്കുന്ന ക്ലൈമറ്റ് ചേഞ്ച് കണ്ണൻകുട്ടന് ഒട്ടും ഓക്കെ അല്ല ഹെൽത്തിന്. ഞങ്ങളിവിടെ ഐസ്ക്രീം എന്ന് പറഞ്ഞ സാധനം കഴിച്ചിട്ട് കഴിഞ്ഞ നമ്മുടെ ക്രിസ്തുമസിൻ്റെ അന്ന് ഒന്ന് അർത്തിങ്കയിൽ പോയപ്പോഴാണ് ഞങ്ങളൊരു ഐസ്ക്രീം കഴിച്ചത്. അതിൻ്റെ ആണെന്ന് തോന്നുന്നു ചെറിയ ചൂട് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ. അപ്പം ഞാൻ ചെടിക്കൊക്കെ വെള്ളമൊക്കെ ഒഴിച്ചു. അവിടെയൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കിയിട്ട് കേട്ടോ. കുറേ ചെടിയൊക്കെ കൊണ്ടുവന്നതിൻ്റെ കുറേ ചപ്പൊക്കെ വീണായിരുന്നു. നട്ടുച്ചയ്ക്ക് ചെടി നട്ട വ്യക്തി ഞാനായിരിക്കും കേട്ടോ. അതിന് ശേഷം ഞാൻ അകത്ത് കയറിയപ്പോൾ ക്രിസ്മസിന് നമ്മൾ ഉണ്ടാക്കിയ പുൽക്കൂടൊക്കെ എടുത്ത് മാറ്റിയായിരുന്നേ. അതിൻ്റെ ആ കൂട് വെച്ചിട്ട് വീടാണെന്നും പറഞ്ഞ് കളിപ്പാട്ടം വെച്ചിട്ട് കളിക്കുകയാണ് കണ്ണൻകുട്ടൻ. കണ്ടോ, ഞങ്ങൾ ഉണ്ടാക്കിയ പുൽക്കൂടായിരുന്നത്.
ഈ കാർഡ്ബോർഡ് പെട്ടി ഉണ്ടല്ലോ, ബസ് ബോർഡ് പെട്ടി, ആ പെട്ടി കൊണ്ട് ഞങ്ങൾ പെയിൻ്റൊക്കെ അടിച്ച് ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ്. അതിൻ്റെ അകത്ത് കയറിയിരുന്ന് എൻ്റെ വീടാണെന്നൊക്കെ പറഞ്ഞ് കണ്ണൻകുട്ടൻ കളിക്കുകയാണ്. പിന്നെ കുറച്ച് നേരം പുറത്തൊക്കെ നിന്നതല്ലേ, ചൂടായതുകൊണ്ട് ഞാൻ നാരങ്ങാ വെള്ളം ഇട്ട് കേട്ടോ. നാരങ്ങാ വെള്ളം നമ്മുടെ കണ്ണൻകുട്ടന് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അതിൽ എന്താ പറയുന്നത്, ഈ കുരുവൊക്കെ വീണ് കിടന്നേ. അപ്പോൾ കണ്ണൻകുട്ടൻ അങ്ങോട്ട് നോക്കുവാണ്, കുരുവൊക്കെ കിടക്കുന്നത്. ആദ്യം കുടിച്ചിട്ട് കൊള്ളത്തില്ലെന്നൊക്കെ പറഞ്ഞു, പിന്നെ കുടിച്ചിട്ട് കൊള്ളാമെന്നും പറഞ്ഞു. അപ്പോൾ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ, ഒരുപാട് വലിയ നീട്ടി വലിച്ചുള്ള വീഡിയോ ഒന്നുമല്ല, ചെറിയ വീഡിയോ ആണ്. എല്ലാ കൂട്ടുകാരും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ കണ്ണൻകുട്ടന് നാരങ്ങാവെള്ളം കൊടുക്കുകയാണ്. എല്ലാവരും ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ കണ്ണൻകുട്ടനെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ ആദ്യം കുടിച്ചപ്പോൾ ബാന്ന് വെക്കുകയാണ്, ഇഷ്ടപ്പെട്ടില്ല. പിന്നെ കുടിച്ചിട്ട് പറയാം നല്ലതാണെന്ന്, അവൻ കള്ളനാണെന്ന്. അങ്ങനെയൊക്കെയുള്ള കള്ളത്തരങ്ങളൊക്കെ കാണിക്കും. അതിന് ശേഷം ഞാനും നാരങ്ങാവെള്ളം കുടിക്കുകയാണ്. ആദ്യം എന്തോ ക്ലിയർ അല്ല, ഫോണിങ്ങനെ പിടിച്ചപ്പോൾ എന്തോ ക്ലാരിറ്റി കുറവ് പോലെ തോന്നി. പിന്നെ ഞാൻ ഒന്നും കൂടെ ഒന്ന് സെറ്റാക്കിയൊക്കെ എടുത്ത് കേട്ടോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ, കുഞ്ഞ് വീഡിയോ ആണ്. എല്ലാ കൂട്ടുകാരും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഞാൻ പിന്നെയും പറയാണ്, കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് ലൈക്കും കൂടെ അടിച്ചൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇപ്പോൾ ഇനിയിപ്പോൾ പൊന്നുകുട്ടി വരും, പൊന്നുകുട്ടീനെ നോക്കി നമ്മുടെ പൊന്നുകുട്ടി ചോറ് കൊടുക്കണം. അതിനുശേഷം 7 മണിയൊക്കെ ആകുമ്പോൾ രാജേഷണം വരും. അപ്പോൾ ഇന്ന് നമ്മുടെ രാജേഷണം വന്നപ്പോൾ കേക്ക് മേടിച്ചുകൊണ്ടാണ് വന്നത്. ഞങ്ങൾ സാധാരണ ന്യൂ ഇയറിൻ്റെ അന്ന് രാത്രിയിലാണ് എല്ലാവരും കേക്ക് മുറിക്കുന്നത്. ഞങ്ങൾ പക്ഷേ അന്ന് വൈകിട്ടാണ് കേട്ടോ മുറിച്ചത്. അപ്പോൾ കണ്ണൻകുട്ടനെയും പൊന്നുകുട്ടീനെയും ഇരുത്തി ജസ്റ്റ് കേക്ക് മുറിച്ചു. ഞങ്ങൾ ആലപ്പുഴയിലൊക്കെ പോയിട്ട് വന്നപ്പോൾ ഇച്ചിരി തിരക്കായിപ്പോയി. അതുകൊണ്ടാണ് അന്ന് രാത്രി നേരത്തെ കിടന്നു. പക്ഷെ 12 മണിയായപ്പോൾ ഉണരുമൊക്കെ ചെയ്തു കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും വിഷ് ചെയ്തിട്ടൊക്കെയാണ് കിടന്നത്. അപ്പോൾ ഞങ്ങൾ ജനുവരി 1-ാം തീയതി രാത്രിയിലാണ് ഞങ്ങൾ കേക്ക് മുറിക്കുന്നത്. രാത്രി 9 മണിയൊക്കെ ആയപ്പോൾ അങ്ങനെ. അപ്പോൾ കണ്ണൻകുട്ടനും പൊന്നുകുട്ടിയും അങ്ങോട്ടും ഇങ്ങോട്ടും കേക്കൊക്കെ കൊടുത്തു. അങ്ങനെ ഹാപ്പി ന്യൂ ഇയർ പറയുകയാണ് രണ്ടുപേരും കൂടെ. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. എല്ലാ കൂട്ടുകാരും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.